നമസ്കാരം. പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ പുണ്യതീർത്ഥയാത്രകൾ മാറ്റിവെച്ച് ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളെ ഏറ്റെടുക്കുവാനും ഒരുപക്ഷെ ദൂരയാത്രകൾ വേണ്ടി വരുവാനും ഇടയുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള ചർച്ചകളാണെങ്കിലും ഏറ്റെടുത്ത പ്രവർത്തന മേഖലകളിലാണെങ്കിലും ഒരുപക്ഷെ പൂർണ്ണതയിലെത്തിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായതിനാൽ മാനസികമായിട്ടുള്ള വിഭ്രാന്തി വർദ്ധിക്കും. എന്നാൽ മേലധികാരികളിൽ നിന്നും യാതൊരു അനിഷ്ടങ്ങളുമില്ലാത്തതിനാലും മേലധികാരികളുടെ നിർദ്ദേശം സ്വീകരിച്ച് വരുന്ന 2 മാസത്തിൻ്റെ ഉള്ളിൽ ലക്ഷ്യം നിറവേറ്റിയാൽ മതി എന്നുള്ളൊരാശയം സ്വീകരിക്കുന്നത് വഴി ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകും. തന്മൂലം ജൂൺ ജൂലൈ മാസകാലങ്ങളിലെല്ലാം തന്നെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനുള്ള ആശയങ്ങളും സാഹചര്യങ്ങളും കഴിവും പ്രാപ്തിയും അവസരവും ഉണ്ടായിത്തീരുവാനും ഇടയുണ്ട്. ബന്ധുമിത്രാദികളുടെ ആഗമനം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. പുണ്യതീർത്ഥയാത്രകൾ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനിടയുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ വ്യവസായം നവീകരിക്കുവാൻ തീരുമാനിക്കും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. സന്ധി സംഭാഷണത്തിൽ പരാജയമുണ്ടാവാതെ സൂക്ഷിക്കണം. സ്വന്തം നിലയിൽ പരീക്ഷകൾ സ്വീകരിക്കുന്ന സമ്പ്രദായം ആവുന്നതും മെയ് മാസത്തിന് മുൻപ് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. വിദേശയാത്രയ്ക്ക് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളാൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനിടയുണ്ട്. പൊതുവെ ഏതൊരു കാര്യവും സസൂക്ഷ്മം ചിന്തിച്ചു പ്രവർത്തിക്കുന്നതിനാൽ ഒരു പരിധിവരെ അനിഷ്ടാവസ്ഥകളെ പരിഹരിക്കുവാൻ ഉപകരിക്കുവാനിടയുണ്ട്. പൊതുവെ മെയ് മാസം പകുതി മുതൽ പുണർദ നക്ഷത്രക്കാര് ഏതൊരു കാര്യങ്ങളിലും വളരെ സസൂക്ഷ്മം ചിന്തിച്ചു പ്രവർത്തിക്കേണ്ടതാണ്. യുക്തിപൂർവം ചിന്തിച്ചു പ്രവർത്തിക്കുകയും ഈശ്വര പ്രാർത്ഥനകളോടുകൂടി മേലധികാരി നിർദ്ദേശിക്കുന്നതോ മാതാപിതാക്കൾ നിർദ്ദേശിക്കുന്നതോ ആയ കാര്യങ്ങൾ അവലംബിക്കുന്നത് ഒരു പരിധിവരെ അപമാനത്തെ ഒഴിവാക്കുവാനും സാമ്പത്തികമായിട്ടുള്ള അനിഷ്ടങ്ങളെ ഒഴിവാക്കുവാനും ആഗ്രഹ സാഫല്യം വേണ്ട വിധത്തിൽ ഫലപ്രാപ്തി നേടുവാനും ഇടയുണ്ട്. കുടുംബാംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും സമീപനം അനുകൂലമാക്കി തീർക്കുന്നത് വഴി സഹജമായിട്ടുള്ള ഏതൊരു കാര്യവും ചെയ്തു തീർക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ഏതൊരു കാര്യത്തെയും സമീപിക്കേണ്ടതാണ്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തന മണ്ഡലങ്ങൾ കാഴ്ചവെക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടി പുണർദ നക്ഷത്രക്കാർക്ക് ഈ മെയ് മാസത്തിൽ വന്നു ചേരുവാനും സാധ്യത കാണുന്നു. നമസ്കാരം.